ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു തടസ്സമാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു സാലറി വെറും 12,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. അത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ 3 ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ 3 ക്രെഡിറ്റ് കാർഡുകളും HDFC എന്ന് പറയുന്ന ബാങ്കിൻ്റെതാണ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം HDFC ഫ്രീഡം ക്രെഡിറ്റ് കാർഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മാസം 12,000 രൂപയെങ്കിലും സാലറി ഉള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിച്ചാൽ എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ സാധാരണ ക്രെഡിറ്റ് കാർഡുകൾ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. കൃത്യമായിട്ട് നിങ്ങൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ കൃത്യം 50 ദിവസം 1 രൂപ പോലും പലിശയോ മറ്റെന്തെങ്കിലും ഫീ കൊടുക്കാതെ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ഇതുപോലെ റോൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ. ഇനി നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് മൈ ഷോ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ്, സ്വിഗ്ഗി, ഊബർ അങ്ങനെയുള്ളതിലൊക്കെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ഇരട്ടി ക്യാഷ് പോയിന്റ് ഇവിടെ ലഭിക്കുന്നു. സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ 150 രൂപയ്ക്കും ഒരു ക്യാഷ് പോയിൻ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ക്യാഷ് പോയിൻ്റ് എന്താണ്? ക്യാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിഡീം ചെയ്യാം, ഒന്നെങ്കിൽ ക്യാഷായിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റു വൗച്ചറുകളായത് ഗിഫ്റ്റ് വൗച്ചറൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ ക്യാഷ് പോയിന്റും എന്ന് പറയുന്നത് 15 പൈസയ്ക്ക് തുല്യമായിട്ടാണ് ഈ ഒരു ഫ്രീഡം ക്രെഡിറ്റ് കാർഡിൽ HDFC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു മാസം പരമാവധി 2,500 ക്യാഷ് പോയിന്റ് എന്ന് ലിമിറ്റ് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ള നിങ്ങൾ മർച്ചൻസിൻ്റെ അടുത്തും അവിടെയൊക്കെ പോകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ സാധാരണ വീടിനടുത്തുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 5 ഇരട്ടി ക്യാഷ് പോയിന്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിൽ 5 ഇരട്ടിയും 10 ഇരട്ടിയും ലഭിക്കുന്നു. അതല്ലാതെ നമ്മൾ നോർമൽ സ്പെൻഡിന് ബാക്കി എന്തെങ്കിലുമൊക്കെ സാധാരണ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ 150നും നമുക്ക് ഒരു ക്യാഷ് പോയിന്റും ഇതിൽ ലഭിക്കുന്നു. പിന്നെ ഇതുകൂടാതെ ഇവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബില്ലുകൾ പേ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തൊന്നും നമുക്ക് ഇത്തരത്തിൽ ക്യാഷ് പോയിന്റ് ലഭിക്കില്ല. അത് ഗവൺമെൻറ് സർവീസുകൾ അല്ലെങ്കിൽ മറ്റ് റെൻറ്റ് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ക്യാഷ് പോയിന്റ് ലഭിക്കില്ല. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ട യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, വയസ്സ്. 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ വേണം. ഒരു 700-ന് മുകളിലെങ്കിലും സിബിൽ സ്കോർ വേണം. നിങ്ങൾ ഏതെങ്കിലും ലോണൊക്കെ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. അതേസമയം കൃത്യമായിട്ട് തിരിച്ചടച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ലോണൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സാലറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ 12,000 രൂപ മാത്രം നിങ്ങൾക്ക് സാലറി മതി. അതേസമയം നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾ ITR സബ്മിറ്റ് ചെയ്തിരിക്കണം 6 ലക്ഷത്തിനെങ്കിലും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സെൽഫ് എംപ്ലോയീസിന് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ കമൻറ്റ് ബോക്സിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് എൻ്റർ ചെയ്തിട്ട് OTP കൺഫേം ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയാൽ മതി. ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവലായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഫീ ഉണ്ടോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഫീ ഉണ്ട്. ഇത് ഫ്രീ അല്ല. ഇതിന് 500 രൂപ ജോയിനിങ് ഫീ ഉണ്ട്. ഈ ജോയിനിങ് ഫീക്ക് ശേഷം നമ്മൾ ഓരോ വർഷവും ആനുവൽ ഫീ എന്ന രീതിയിൽ 500 രൂപ വീതം നൽകണം. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാനും ഓപ്ഷൻ ഉണ്ട്. ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഒരു വർഷം ഉപയോഗിച്ച് 50,000 രൂപയുടെയെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിരുന്നാൽ മതി. അപ്പോൾ അത് സിമ്പിളായിട്ട് നടക്കുന്നൊരു കാര്യമാണ് എന്തായാലും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ 500 രൂപ ഒഴിവാക്കി കിട്ടും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് HDFCയുടെ മണി ബാക്ക് പ്ലസ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 10 ഇരട്ടി ക്യാഷ് പോയിന്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്യാഷ് പോയിന്റുകളൊക്കെ ആമസോൺ അല്ലെങ്കിൽ റിലയൻസ് ഫ്രഷ് എന്നിങ്ങനെയുള്ള കുറച്ച് ഷോപ്പുകളിൽ, അതായത് ഓൺലൈൻ ഷോപ്പുകളിലും അല്ലാത്ത ഷോപ്പുകളിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്. ഇത് കൂടാതെ നമ്മൾ EMI ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് 5 ഇരട്ടി ക്യാഷ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് ലഭിക്കുന്ന ക്യാഷ് പോയിന്റ് എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ 150 രൂപയ്ക്ക് 2 ക്യാഷ് പോയിൻ്റാണ് ലഭിക്കുന്നത്. നമ്മൾ ആദ്യം പരിചയപ്പെട്ടതിൽ 150 രൂപയ്ക്ക് 1 ക്യാഷ് പോയിൻ്റ് ആയിരുന്നു അല്ലേ. നമ്മൾ ആദ്യം സൂചിപ്പിച്ച ക്രെഡിറ്റ് കാർഡിൽ ക്യാഷ് പോയിന്റ് റിഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ക്യാഷ് പോയിന്റിന് 15 പൈസയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇവിടെ മണി ബാക്ക് പ്ലസ്സിൽ നമുക്ക് 25 പൈസ ലഭിക്കും. കുറച്ചുകൂടി കൂടുതലാണ് ഇതിൽ ലഭിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾ ഓരോ ക്വാർട്ടറിലും, അതായത് ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇങ്ങനെ 3 മാസം വീതം ഓരോ ക്വാർട്ടറിൽ നിങ്ങൾ 50,000 രൂപ വീതം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ ക്വാർട്ടറിലും നിങ്ങൾക്ക് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും HDFC തരും. അപ്പോൾ കുഴപ്പമില്ല അല്ലെ. ഒരു വർഷം നല്ലൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്ക് 2,000 രൂപ ഗിഫ്റ്റ് വൗച്ചർ തന്നെ കിട്ടും. ഇത് ആമസോണിലോ മറ്റു ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ
അത് കൊള്ളാം, അടിപൊളിയാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇതുപോലെ തന്നെ 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ലഭിക്കുന്നത്. സാലറീഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 20,000 രൂപയെങ്കിലും സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ സാലറീഡ് അല്ല, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെയും 6 ലക്ഷത്തിൻ്റെ ITR സബ്മിറ്റ് ചെയ്തവർക്കൊക്കെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഈ ഒരു ക്രെഡിറ്റ് കാർഡിനും ഫീ ഉണ്ട്. അതായത് 500 രൂപയാണ് ഇതിന് ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ എന്ന രീതിയിൽ വാങ്ങുന്നത്. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഈ ആനുവൽ ഫീക്ക് പകരമായിട്ട് അവർ 500 ക്യാഷ് പോയിന്റ് നിങ്ങൾക്ക് തരുന്നുമുണ്ട്. ഈ 500 ക്യാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 പൈസ കൂട്ടണം നമ്മൾ. ഇനി നിങ്ങൾ കൊടുക്കുന്ന ഈ 500 രൂപ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ, അതായത് കൊടുക്കാതെ ഇരിക്കാനും ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ആദ്യത്തെ കാർഡിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു വർഷത്തിൽ 50,000 രൂപയ്ക്കെങ്കിലും പർച്ചേസ് നടത്തിയാൽ മതി. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇവിടെ ആ ഒരു ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഫലത്തിൽ തുല്യമാണ്. ഇവിടെ നമുക്ക് HDFCയുടെ ഫ്രീഡം ക്രെഡിറ്റ് കാർഡിലും മണി ബാക്ക് പ്ലസിലും. പിന്നെ ആ ഒരു മണി ബാക്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് പോയിന്റുകൾക്ക് തിരിച്ച് കിട്ടുന്ന ആ ഒരു തുക ഇത്തിരി കൂടുതലാണ്. പിന്നെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് എന്നൊരു മെച്ചമുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡും സെയിം ലിങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കമൻറ്റ് ബോക്സിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറൊക്കെ നൽകി നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ നൽകിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ മൂന്നാമത് പരിചയപ്പെടാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് HDFCയുടെ മില്ലനിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. ഇത് കുറച്ചുകൂടി നല്ലൊരു ക്രെഡിറ്റ് കാർഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ ക്യാഷ് പോയിന്റ് അല്ലെങ്കിൽ റിവാർഡ് പോയിൻ്റാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 5% ക്യാഷ് ബാക്കാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇനിയിപ്പോൾ സോണി ലിവിൻ്റെ ഒരു പ്രീമിയം പ്ലാൻ പർച്ചേസ് ചെയ്താലും ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കും. ഒട്ടനവധി സർവീസ് അവർ ധാരാളം സർവീസുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഈ സർവീസുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. കാരണം നമുക്കവിടെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഓഫ് എന്ന രീതിയിൽ അപ്പോൾ തന്നെ ഇത് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ EMI ട്രാൻസാക്ഷൻ നടത്തിയാലും അല്ലെങ്കിൽ മറ്റ് ഹോട്ടലുകളിലൊക്കെ പേയ്മെൻറ്റ് നടത്തിയാൽ പോലും നമുക്ക് 1% ക്യാഷ് ബാക്ക് ഗ്യാരണ്ടീഡ് ആണ് എല്ലാ ട്രാൻസാക്ഷനും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പക്ഷേ പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫ്യൂവൽ ഫിൽ ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കില്ല. ഇതുകൂടാതെ നമുക്ക് സാധാരണ എല്ലാ ക്രെഡിറ്റ് കാർഡിലും ലഭിക്കുന്ന പോലെ തന്നെ നമ്മൾ അവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആ റെസ്റ്റോറൻറ്റുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 20% ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന് മറ്റൊരു പ്രധാന ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ലോഞ്ച് ആക്സസ് ഉണ്ട്. പക്ഷേ ഈ ലോഞ്ച് ആക്സസ് ഇപ്പോൾ അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ നമുക്ക് കോംപ്ലിമെൻ്ററി എന്ന രീതിയിൽ വെറുതെ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൊണ്ടു നടന്നാൽ മാത്രമേ നമുക്ക് ലോഞ്ച് ആക്സസ് മിക്ക ബാങ്കുകളും തരില്ല. അതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട് HDFCയുടെ മില്ലനിയ എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്. നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവാം, അതിൽ നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് അവർ ഓഫർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ നവംബർ മുതൽ അതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ക്വാർട്ടറിലും 1 ലക്ഷം രൂപയുടെയെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോഞ്ച് ആക്സസ് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ 3 മാസം കൂടുമ്പോൾ അതിന് പകരം 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ വേണോ എന്ന് നിങ്ങൾക്ക് തന്നെ മാനുവലി സെലക്ട് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് ലോഞ്ച് ആക്സസ് എന്ന ഒരു ഓഫർ മാത്രമായിട്ട് കൊണ്ടുപോകുന്നില്ല. അതായത് ക്രെഡിറ്റ് കാർഡ് എടുത്തു നിങ്ങൾ കൊണ്ടുപോയിട്ട് ലോഞ്ചിൽ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അതിന് നമുക്ക് ക്യാഷ് ആവും. ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വൗച്ചറായിട്ട്, അതായത് ലോഞ്ച് ആക്സസിനുള്ള വൗച്ചറോ അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിനുള്ളതോ ആമസോണിലേക്കുള്ളതോ എന്ന് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാമെന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു രീതി എല്ലാ ബാങ്കുകളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ തരുള്ളൂ. 40 എന്ന് ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ക്രെഡിറ്റ് കാർഡുകൾ കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ 40 വയസ്സ് വരെയുള്ളവർക്കേ കൊടുക്കുകയുള്ളൂ. സാലറീഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ 35,000 രൂപയെങ്കിലും സാലറി ഉള്ളവർക്ക് മാത്രമേ അവർ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നൽകുകയുള്ളൂ. അതിൽ തന്നെ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല. 6 ലക്ഷത്തിൻ്റെ ITR സബ്മിറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കും. അതുകൂടാതെ പിന്നെ ഇതിന് ഫീ ഉണ്ട്. 1000 രൂപ നമ്മൾ ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ എന്ന രീതിയിൽ ഇതിന് കൊടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ആനുവൽ ഫീ ഒഴിവാക്കാൻ പറ്റില്ല ചേട്ടാ എന്നായിരിക്കും ഇപ്പോൾ അടുത്ത ചോദ്യം. ഒഴിവാക്കാൻ പറ്റും. 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയും ഇതുപോലെ തന്നെ ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ ഒഴിവാക്കി കിട്ടും. എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഇത്തരത്തിൽ ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ ഒഴിവാക്കി കൊടുക്കും. പക്ഷേ അതിനൊക്കെ അവർ നല്ലൊരു ട്രാൻസാക്ഷൻ നടത്തണമെന്ന് ഒരു നിർദ്ദേശം വയ്ക്കും. അത്രേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡുകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് സെയിം ലിങ്ക് തന്നെയാണ്. ജസ്റ്റ് അതിൽ കയറുക, നിങ്ങളെ ആ ഒരു പേരും ഫോൺ നമ്പറും ഒക്കെ നൽകിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.